بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله الفائزين أما بعد വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ പണ്ഡിത മഹത്തുക്കളെ, സാദാത്തുക്കളെ, രക്ഷിതാക്കളെ, ഉമ്മപെങ്ങന്മാരെ, വിദ്യാർത്ഥിനികളെ, 6 പതിറ്റാണ്ട് കാലത്തോളമായി ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിമഹത്തായ ഖുതുബിയ്യത്തിൻ്റെ വാർഷിക പരിപാടിയും അതോടൊപ്പം 4 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ പവിത്രമായ ദർസ് വാർഷികവുമൊക്കെ ഒരുമിച്ചുള്ള പവിത്രമായ മജ്ലിസിലാണ് നാം ഇരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇതുവരെ കേട്ടതും ഇനിയുടെ നടക്കാനിരിക്കുന്നതുമായ മുഴുവൻ പരിപാടികളും ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ വിവിധങ്ങളായ മനസ്സിലെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമെല്ലാം ലളിതമായി വളരെ വേഗത്തിൽ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും സാധിപ്പിച്ചു തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പുതിയ കാലഘട്ടത്തിൽ ഒട്ടനവധി ജീവിത തിരക്കുകളിലൂടെയാണ് നമ്മൾ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ രക്ഷിതാക്കൾക്കോ, ഭർത്താവിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ ഭാര്യമാർക്കോ, അവരുടെ തന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ ഭർത്താക്കന്മാർക്കോ സാധിക്കാത്ത വിധത്തിൽ ജീവിതം വലിയ തിരക്കുകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൻ്റെ തിരക്കിൽ സാധാരണയിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരുന്ന 24 മണിക്കൂർ തന്നെ തികയാത്ത വിധം മനുഷ്യൻ്റെ കർമ്മമണ്ഡലങ്ങൾ വിശാലമാവുകയും അതിനോടനുബന്ധമായി ജീവിതത്തിൻ്റെ വിവിധ പ്രവർത്തന കാര്യങ്ങളിൽ കൂടുതൽ മനുഷ്യൻ വ്യാപൃതരായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇത്തരം കാര്യങ്ങളിലൊന്നും ആരെയും കുറ്റപ്പെടുത്താവുന്നതല്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടായിരിക്കേണ്ട വളരെ പ്രധാനമായ പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആരാധനകൾ നമ്മിൽ നിന്ന് കൈമോശം സംഭവിക്കുന്നു. അനിവാര്യമായി നമ്മൾ ചെയ്തു തീർക്കേണ്ട നിരവധി ഫറളുകൾ നമുക്ക് നഷ്ടം സംഭവിക്കുന്നു. ജീവിതത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരുപാട് മൂല്യങ്ങൾ കൈമോശം സംഭവിക്കുന്നു. ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒട്ടനവധി ഓർമ്മകളെ നമ്മിൽ നിന്ന് ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി ആഘോഷങ്ങളും മാമാങ്കങ്ങളും അധികരിച്ചു കൊണ്ടിരിക്കുന്നൊരു കാലമാണിത്. എല്ലാം ആഘോഷമാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഒഴിവുണ്ടായാൽ ആ ഒരു ഒഴിവ് ദിവസത്തെ എങ്ങനെ ചെലവഴിക്കണം എന്നുള്ള കാര്യത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ കൂലങ്കഷമായ ആലോചനകളിലാണ്. നമുക്ക് ഇന്ന സ്ഥലത്ത് പോയി ആഘോഷിക്കാം, ഞായറാഴ്ചകളെ തള്ളി നീക്കാം, മക്കളെയും ഭാര്യയും കൂട്ടുകുടുംബത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ദേശങ്ങളിലേക്ക് ടൂറ് പോകാം എന്നൊക്കെ ചിന്തിക്കുന്നവർ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിനോ പോകുന്നതിനോ തെറ്റുണ്ട് എന്നല്ല പറയുന്നത്. എങ്കിലും ഇതെല്ലാം വലിയ ആഘോഷങ്ങളായി മാറി അനിവാര്യമായി വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്തകളെ ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ നിക്കാഹ് എന്ന് പറയുന്നത് ഇസ്ലാമികമായ മാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ആഘോഷമാണ്. പക്ഷേ ആ ആഘോഷങ്ങളിൽ പോലും മനുഷ്യന്റെ മനസ്സിലുണ്ടാകേണ്ട പടച്ച റബ്ബിനെ കുറിച്ചുള്ള ചിന്തകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കല്യാണാഘോഷങ്ങൾ, മറ്റു വിനോദങ്ങൾ,
ആഘോഷ മാമാങ്ക പരിപാടികൾ, ഇതിലൊക്കെയും സർവാധിനാഥനായ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മകൾ വിശ്വാസികളുടെ മനസ്സകത്തിൽ നിന്ന് ഇല്ലാതെയായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇല്ല, അള്ളാഹുവിലേക്ക് മടങ്ങണമെന്നുള്ള ചിന്തയില്ല. ഈ ചിന്തകളെല്ലാം മനുഷ്യന്റെ മനസ്സിന് കൈമോശം സംഭവിച്ച ഒരു കാലഘട്ടം. വിശുദ്ധമായ ഖുർആൻ അത് പറഞ്ഞവസാനിപ്പിക്കുന്നത് തന്നെ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്, ആ ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അത്രേ വിശുദ്ധമായ ഖുർആൻ അതിന്റെ സംസാരം അവസാനിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് അത് പകർന്നു കൊടുക്കണം. നമ്മുടെ ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ മാത്രമല്ല, രോഗിയായിരിക്കുമ്പോഴും ആരോഗ്യമുള്ളവനാകുമ്പോഴും മനുഷ്യന്റെ എല്ലാവിധ കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവയവങ്ങളുടെ സിദ്ധികൾ നിലനിൽക്കുമ്പോഴും അത് നഷ്ടപ്പെടുമ്പോഴുമെല്ലാം റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. വദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുഅൻ വഖീഫാ വദുനൽ ജഹരി മിനൽ ഖൗലി ബിൽ ഗുദുവി വൽ ആസ്വാൽ വലാ തകും മിനൽ ഗാഫിലീൻ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിന്റെ മനസ്സിലുണ്ടായിരിക്കണം. അള്ളാഹുവിനുള്ള ദിക്ർ എന്ന് പറയുന്നത് കേവലം നാവിൻ തുഞ്ചത്ത് മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല, അത് ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലണം. റബ്ബിനെ കുറിച്ച് നിന്റെ മനസ്സിൽ ഓർമ്മ വേണം. തളർറുഅൻ വഖീഫാ, അള്ളാഹുവിനോടുള്ള വിനയത്തോടുകൂടെയും അള്ളാഹുവിനോടുള്ള ഭയപ്പാടോടുകൂടെയും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ വേണം. അത് ഫിൽ ഗുദുവി വൽ ആസ്വാൽ, അത് എല്ലാ ദിവസത്തിന്റെ മുഴുവൻ സമയങ്ങളിലും അത് നിലനിൽക്കുകയും വേണം, ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് മാത്രമല്ല. വലാ തകും മിനൽ ഗാഫിലീൻ, അള്ളാഹുവിനെ കുറിച്ചും അന്ത്യനാളിനെ കുറിച്ചും പ്രവാചകരെ കുറിച്ചും ആ ആലോചനയില്ലാതെ അന്തം വിട്ട് ഗാഫിലീങ്ങളായി നടക്കുന്ന പരലോകബോധമില്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. الذين يذكرون الله قياما وقعودا وعلى جنوبهم, നിങ്ങൾ ഇരിക്കുകയാണെങ്കിലും കിടക്കുകയാണെങ്കിലും എഴുന്നേറ്റ് നടക്കുകയാണെങ്കിലും നിൽക്കുകയാണെങ്കിലും ഏതേത് സമയങ്ങളിലാണ് നിങ്ങൾ ഉള്ളത് എങ്കിലും ആ സമയത്തൊക്കെയും നിങ്ങൾക്ക് പടച്ച റബ്ബിനെ കുറിച്ചുള്ള ദിക്ർ വേണം. അത് നാവുകൊണ്ട് ചൊല്ലുന്ന ദിക്ർ മാത്രമല്ല, മനസ്സിനകത്ത് റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകണം. ആ ഓർമ്മയാണ് ഏറ്റവും നല്ല ദിക്ർ എന്ന് പറയുന്നത്. നാവുകൊണ്ട് ചൊല്ലുന്നതോടുകൂടെ മനസ്സിനകത്ത് പടച്ച റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൂടി ഉണ്ടാകുമ്പോൾ ആ ദിക്റിന് വല്ലാത്ത മഹത്വമുണ്ട്, ഏറ്റവും വലിയ പുണ്യമുണ്ട്. അതുകൊണ്ടാണ് സദാസമയങ്ങളിലായി അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമുക്ക് നിലനിൽക്കാൻ 5 വഖത്ത് നമസ്കാരത്തെ 5 സമയങ്ങളിലായി തന്നെ അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സമയത്ത് 5 തവണ നമസ്കാരത്തെ നിർവഹിച്ചുകൊണ്ട് കടമ നിറവേറ്റുകയല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. പ്രഭാതത്തിലുണ്ട്, ഉച്ചക്കുണ്ട്, പ്രദോഷത്തിലുണ്ട്, സന്ധ്യാസമയത്തുണ്ട്, രാത്രി കിടന്നുറങ്ങാനിരിക്കുമ്പോഴുമുണ്ട്. ഇങ്ങനെ 5 സമയങ്ങളിലായി വിശുദ്ധമായ ഫർദ് നമസ്കാരത്തെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വിശ്വാസിയുടെ മനസ്സിൽ നിന്ന് ഇല്ലാതെയാകാൻ വേണ്ടി അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന നമസ്കാരം പോലും വിശ്വാസിയുടെ മനസ്സിനകത്തുള്ള റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മകളെ നിലനിർത്താൻ വേണ്ടിയാണ്. ആ ഒരു ഓർമ്മയുണ്ടാകുമ്പോഴാണ് വിശ്വാസി അവന്റെ തെറ്റുകളിൽ നിന്ന്, വേണ്ടാത്തരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ആ മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നത്. ഇന്നസ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിശ്ചയം നമസ്കാരം എന്ന് പറയുന്നത് അതിന്റെ ഹക്കുകളോടുകൂടെ, അതിന്റെ നിബന്ധനകളോടുകൂടെ, അതിന്റെ സർവ്വ ഷറത്തുകളും ഫർദുകളും അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും നിറവേറ്റിക്കൊണ്ട് നിർവഹിച്ചാൽ ആ നമസ്കാരം കൊണ്ട് തന്നെ എല്ലാത്തരം തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും അവനെ വിട്ടുനിൽക്കാൻ
ആ നമസ്കാരം കൊണ്ട് തന്നെ സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായി കാണാം. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യരാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ഒരിക്കലെല്ലാം വീട്ടിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു സൽക്കാരം, രാത്രി സൽക്കാരം കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ തന്നെ കിടന്നുറങ്ങുകയാണ്. ധാരാളം സുലഭമായ ഭക്ഷണം കഴിച്ച് സുഖമായി കിടന്നുറങ്ങി. ഒരു തഹജ്ജുദ് പോലും നമസ്കരിക്കാതെ സുബഹി വരെ കിടന്നുറങ്ങിയതിന് ശേഷം വുളു പോലും നിർവഹിക്കാതെ സുബഹി നമസ്കാരം നിർവഹിച്ച ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം ബഹുമാനപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ സംഭവത്തെ വിശദമായി നമുക്ക് മനസ്സിലാക്കുകയാണ് എങ്കിൽ ധാരാളം പാഠങ്ങൾ അതിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. ബഹുമാനപ്പെട്ടവർ ആ ഒരൊറ്റ രാത്രിയിൽ ഒരൊറ്റ ഹദീസിൽ നിന്ന് 70ഓളം മസ്അലകൾക്ക് പരിഹാരമുണ്ടാക്കുന്ന ഒരു രാത്രിയായിരുന്നുവെന്നും രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് രാത്രിയിൽ എടുത്ത വുളു കൊണ്ട് തന്നെയാണ് ഞാൻ സുബഹി നമസ്കരിച്ചത് എന്നും രാത്രിയിൽ ഞാൻ കഴിച്ച ഭക്ഷണം അതെന്റെ ശരീരത്തിന്റെ ആനന്ദത്തിനോ ആഹ്ലാദത്തിനോ മോഹത്തിനോ വേണ്ടിയല്ല, ഇത് ഹലാലായ ഭക്ഷണമാണ് എന്നെനിക്ക് 100% ഉറപ്പുള്ളതാണ്. അത്തരം ഭക്ഷണം ശരീരത്തിന്റെ രോഗങ്ങൾക്ക് ശിഫയാണ് എന്നൊക്കെ അദ്ദേഹം ബഹുമാനപ്പെട്ടവർ തന്നെ വിശദീകരിച്ചിട്ടുള്ള സംഭവത്തിൽ ബഹുമാനപ്പെട്ടവർ രാത്രി മുഴുവൻ തഹജ്ജുദിന് പോലും എഴുന്നേൽക്കാതെ കിടന്നിട്ട് രാത്രി മുഴുവനായും ഹദീസുമായി ബന്ധപ്പെട്ട് പടച്ച റബ്ബിന്റെ ദീനുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ പ്രകാശവുമായി ബന്ധപ്പെട്ട് ആ ഒരു ചിന്തയിലൂടെ കഴിഞ്ഞതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മാ ഫഅലഹു ശാഫിഈ നായിമാ അഫ്ളലു മിമ്മാ ഫഅൽതുഹു അന മുസ്തൈഖിളാ. രാത്രിയിൽ ഉറങ്ങാതെ ഞാൻ എടുത്തിട്ടുള്ള ഇബാദത്തിനേക്കാൾ ഏറ്റവും പുണ്യവും പവിത്രവും ശ്രേഷ്ഠതയുമുള്ളത് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ കിടന്നുകൊണ്ട് ചെയ്തിട്ടുള്ള കാര്യമാണെന്ന് ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുകയാണ്. രാത്രിയിൽ ഉറക്കമൊഴിച്ച് ഇബാദത്തിൽ മുഴുകിയിരുന്ന ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ചെയ്തതിനേക്കാൾ പവിത്രമായ ശ്രേഷ്ഠമായ അമൽ ചെയ്തത് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആണ്. എന്താ സംഭവം? ബഹുമാനപ്പെട്ടവരുടെ മനസ്സും ബഹുമാനപ്പെട്ടവരുടെ സമയവും പടച്ച റബ്ബിനെയും അവിടുത്തെ ദീനിന്റെ ഇൽമുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ആലോചനകളിൽ സമയം തള്ളി നീക്കിയപ്പോ രാത്രിയിൽ നമസ്കരിച്ച ഇബാദത്തിനേക്കാൾ വലിയ പുണ്യം ബഹുമാനപ്പെട്ടവരുടെ മനസ്സിനകത്തുള്ള ദിക്റുകൾക്ക് ലഭിച്ചു എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മൾ പടച്ച റബ്ബിനെ കുറിച്ചുള്ള ആലോചനകളിൽ നിന്നൊരിക്കലും മാറി നിൽക്കാൻ പാടില്ല. അത് നിസ്കാരത്തിൽ മാത്രം പോരാ, നമസ്കാരത്തിന് ശേഷവും ലോകത്തെ നമ്മുടെ പരിസരങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഏതേത് വസ്തുക്കളെയും നാം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ആ വസ്തുക്കൾ മുഴുക്കയും പടച്ച റബ്ബിനെ കുറിച്ചുള്ള ചിന്തകളെ മനസ്സിനകത്ത് തട്ടിയുണർത്താൻ സാധിക്കുന്ന വസ്തുക്കളല്ലേ ലോകത്ത് മുഴുവനും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത് വചനങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, മാ റഅയ്തു ശൈഅൻ ഇല്ലാ വറഅയ്തുല്ലാഹ ഖബ്ല. ഞാൻ ഒരൊറ്റ വസ്തുവിനെ കാണുകയാണ് എങ്കിൽ ആ വസ്തുവിനെ കാണുന്നതിനു മുമ്പേ ആ വസ്തുവിന്റെ സ്രഷ്ടാവായ രാജാതിരാജനായ റബ്ബിനെ കണ്ടതിന്റെ ശേഷമല്ലാതെ ഞാൻ ആ വസ്തുവിനെ കാണുന്നില്ല എന്ന് പറയുമ്പോ ഏതൊരു വസ്തുവും അള്ളാഹുവിനെ ചിന്തിപ്പിക്കുന്ന വസ്തുവാണ്. ഏതൊരു വസ്തുവും അതിന്റെ സ്രഷ്ടാവായ അള്ളാഹുവിന്റെ അടുക്കലേക്കുള്ള ഓർമ്മകളെ കൊണ്ടുപോകുന്ന വസ്തുക്കളാണ് മുഴുവൻ വസ്തുക്കളും എന്നുള്ള കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി തങ്ങൾ അവരുടെ 6 പതിറ്റാണ്ട് കാലമായി 59ാം വാർഷികമാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. ബഹുമാനപ്പെട്ടവരുടെ ചരിത്രങ്ങൾ ധാരാളമായി ഇവിടെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ടവരെ കുറിച്ച് രചിച്ചിട്ടുള്ള മാലയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സംഭവമുണ്ടല്ലോ, 25 ചുറ്റി നടന്നോവർ ഇരിയെന്ന് ഏകൽ കേട്ടാരേ ഇരുന്നോവർ
25 ചുറ്റി നടന്നോവർ ഇരിയെന്ന ഏകൽ കേട്ടാരേയിരുന്നോവർ 25 വർഷക്കാലം, 1/4 നൂറ്റാണ്ടുകാലം ഒന്ന് ഇരിക്കാൻ പോലും തയ്യാറാകാതെ അല്ലാഹ് എന്ന ചിന്ത മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ചുറ്റി നടന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ശൈഖ് അവറുകൾ, അവിടുത്തെ കുതുബിയ്യത്തിന്റെ വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ ജീവിതത്തെയും അവിടുന്ന് പകർന്നിട്ടുള്ള പടച്ച റബ്ബിനെ കുറിച്ചിട്ടുള്ള ദിക്റുകളെയും നമ്മുടെ മനസ്സിലേക്കും കൊണ്ടുവരാൻ, നമ്മുടെ നാക്കിലേക്ക് കൊണ്ടുവരാൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ ജീവിക്കാൻ, നമ്മുടെ മക്കൾക്കത് പകർന്നു കൊടുക്കാൻ, സുഹൃത്തുക്കൾക്ക് പകർന്നു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.